ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ പൂവ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. കണ്ടില്ലേ, എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ എല്ലാവരും അതിനെ വെറുതെ തഴിഞ്ഞ് കളയുന്ന ഒരു പ്രകൃതമാണ്. ഇത് ചേനപ്പൂവെന്ന് പറയും. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. സമയം കഴിഞ്ഞാൽ അതുപോലെ നാറുന്ന ഒരു പൂവാണ്. ഇതിപ്പം വിരിഞ്ഞൊരു 2-3 ദിവസത്തിനകം ഇത് നല്ലപോലെ എടുക്കണം. ഇത് ഏറ്റവും നല്ല ഔഷധ മൂല്യങ്ങളുള്ള ഒരു പൂവാണ്. നമുക്കിതങ്ങനെ സർവ്വസാധാരണമായിട്ട് കിട്ടാറില്ല. പഴമൂട് ചേന നിന്നിട്ട് മുള വരുന്നതിന് പകരം അത് പൂവായിട്ട് വരുന്നതാണ് ഈ പ്രക്രിയ. ഇത് ഞാനതൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കട്ട് ചെയ്ത് എൻ്റെ ഭംഗി ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, നല്ലൊരു കുറേ വിത്തുകളത് കിളിച്ച് വരുന്നുണ്ട്. വിത്തിൻ്റെ കൂടാണ് ഈ പൂവിടെ വന്നേക്കുന്നത്. ഇത് വലിയ ചേനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ചേന ഇപ്പം കിളയ്ക്കുന്നില്ല, പൂ കട്ട് ചെയ്തെടുക്കാം. എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയാതെ. ഇനി നമ്മൾ ഇതിൻ്റെ ലെയറെല്ലാം മാറ്റും. ഇതാണ് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗം. ഇതെല്ലാം അതിൻ്റെ കവറിങ്ങാണ്. നല്ല കട്ടിക്കാണ് ഈ കവർ ചെയ്ത് വെച്ചത്. എന്ത് ഭംഗിയാണെന്നറിയാം. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം. പ്രകൃതിയുടെ ഒരു ഭംഗിയാണിത്. ഇത്രയും വൃത്തിയായിട്ടൊരു പൂവിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. ഓരോ ലെയർ ഓരോ തരത്തിൽ വിരിഞ്ഞ പൂവാണിത്. ഇത്രയും ഭാഗം വിരിഞ്ഞ പൂവാണ്. ഇനി ഇത് വിരിയാനുള്ള മുട്ടുകളാണ്. ഇതതിൻ്റെ മേൽഭാഗം. ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് കുറേ നാൾ കഴിയുമ്പം കീടങ്ങളെല്ലാം കയറി ഇതിനൊരു സ്മെല്ല് ഉണ്ടാവും. നമുക്കിത് എടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ മേൽഭാഗത്ത് ബ്രൗൺ കളർ നമുക്ക് ചുരണ്ടി കളയാവുന്നതാണ്. അങ്ങനെ കളഞ്ഞതിന് ശേഷം എടുക്കുക. ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം അരിഞ്ഞിട്ട് കഴുകണം. ഇത് ഈ വിരിഞ്ഞ പൂവെല്ലാം നമ്മൾ എടുത്ത് കളയുകയാണ്. പൂ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറുതായിട്ട് പൊടിയായിട്ടാണ് കൊത്തി അരിഞ്ഞെടുക്കേണ്ടത്. വളരെ ഔഷധമൂല്യമുള്ള ഒരു ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ് ചേനപ്പൂവ്. ഇത് അവിചാരിതമായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. എന്നൊന്നും നമുക്ക് ചേനപ്പൂവൊന്നും കിട്ടത്തില്ല. കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതെടുത്ത് ഉപയോഗിക്കുക. ഗ്യാസിനൊക്കെ നല്ലതാണ് പഴമക്കാർ പറയുന്നത്. തന്നെയല്ല, നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് യാതൊരുവിധ വിഷമയവും ഇല്ലാത്ത ഒരു പൂവാണിത്. കീടനാശിനിയോ അല്ലെങ്കിൽ അങ്ങനെ രാസവസ്തുക്കളൊന്നും തന്നെ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലല്ലോ നമ്മൾ. ഇത് സ്വാഭാവികമായിട്ടുണ്ടായി വരുന്നതാണ്. നമ്മൾ പകുതി പോർഷൻ അരിഞ്ഞപ്പോഴേ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ്. നല്ല മഞ്ഞ കളറാണ്. ചേന അരിയുന്നത് പോലെ തന്നെ ഇരിക്കും. നമുക്കിനി ഇത് ബാക്കിയുള്ളത് നല്ലപോലെ കവറിലിട്ട് വെച്ചിരുന്ന അടുത്ത ദിവസം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകളാണ് തേങ്ങ, സ്വല്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് നമുക്കിനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ അരപ്പിൻ്റെ ഗുണമെല്ലാം നല്ലപോലെ കഷ്ണങ്ങളിൽ പിടിക്കും. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് ആ നിറം. ഇനി നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ വെച്ചാൽ 2 ഗുണമാണ്. സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. പിന്നെ കടുക് താളിച്ചാൽ മാത്രം മതി. ഒരുപാട് വെള്ളമൊന്നും നമുക്ക് വേണ്ട. ഇത് കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് കൈ നനവ് മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. നേരിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് വേവത്തക്ക വെള്ളം ഒഴിക്കണം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. വന്ന് നമുക്കിനി തീ മാറ്റി വെക്കാവുന്നതാണ്. നമ്മളിനി കടുക് താളിക്കാനാണ്. ആദ്യമേ തന്നെ നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന്, ആവശ്യത്തിന് കടുക് ഏകദേശം എല്ലാം മുട്ടിയിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് മൂപ്പിക്കുമ്പോൾ അധികം കറക്കാതെ നോക്കണം. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വെന്ത് വെച്ച് തോരൻ നമുക്ക് ഇതിലേക്ക് ഇഷ്ടം ഇളക്കിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും കൂടി പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ചേനപ്പൂ തോരന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചേനപ്പൂ കിട്ടാത്തവർക്ക് ചെയ്യാനുള്ള ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ 2 വർഷം കിളയ്ക്കാതിരിക്കണം. ഒരു ചേന നട്ടിട്ട് 2 കൊല്ലം കിളയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചേന പൂത്ത് വരും. കാണാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടെടുക്കാം.
ഇപ്പം നല്ല 2 വർഷമായ ഒരു ചേനയാണിത്. കിളയ്ക്കാൻ മറന്നു പോകുന്നതാണ്. തണ്ടൊക്കെ പട്ട് പോകുമ്പം പിന്നെ അതിൻ്റെ മൂട് എവിടെയാണെന്നറിയാതെ കിടന്ന് കിളിച്ച് വരുന്ന കണ്ടില്ലേ, നല്ല ഭംഗിക്ക് തോന്നി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണത്. ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.